ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റേ ഒക്കെ കഴിഞ്ഞു, വെക്കേറ്റ് ഒക്കെ ചെയ്തു. നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ കൂടെ വാ. അപ്പോൾ ഗൈസ്, ഞങ്ങളെല്ലാവരും റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എല്ലാവർക്കും സങ്കടമുണ്ട്, കാരണം ഒരു മനോഹരമായ ഒരു രാത്രിയായിരുന്നു ഇന്നലെ ഞങ്ങൾക്ക് ആ സ്റ്റേയിലൂടെ കിട്ടിയത്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തും എത്തി. അത് വയനാട് ജില്ലയിലുള്ള കാരാപ്പുഴ ഡാമിലാണ്. അവിടെ ഡാം മാത്രമല്ല, വേറെയും കാര്യങ്ങളുണ്ട്, കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡാമും മറ്റു കാര്യങ്ങളും കാണാനുള്ളതിനായിട്ടുള്ള എൻട്രി ഈ വഴിയാണ്. നല്ല വിശാലമുള്ള ഒരു പ്ലേസാണ് ഇത്. ഏറെക്കുറെ എല്ലാവരും റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട്, ഞാൻ മാത്രം ഇട്ടിട്ടില്ല. ഗായ്സ്, ഇവിടെ നല്ല മഴയാണ്. ഞാൻ മാത്രം റെയിൻകോട്ട് എടുത്തില്ല. ഞാൻ ഒരു കോട്ട് വാങ്ങി, അതിൻ്റെ ഒരു പയൻ അവൻ നനയുമെന്ന് പറഞ്ഞ് അവൻ എൻ്റെ നിന്ന് വാങ്ങി. എന്ത് മനസ്സല്ലേ എൻ്റെത്. അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഇപ്പം നല്ല മഴയുണ്ട്, നനഞ്ഞാലും കുഴപ്പമില്ല, വീഡിയോ എടുക്കാം, നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. ഇവിടെയും നമ്മൾ വന്നപ്പോൾ ഫാമിലീസ് തന്നെയാണ് കൂടുതൽ. ഇതാ കൊച്ചു പിള്ളേർ കണ്ടില്ലേ ചാടി കളിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ ഡാം മാത്രമല്ല, അഡ്വഞ്ചർ പാർക്കുണ്ട്, ഗാർഡൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു മഴയും കൂടെ ആയതുകൊണ്ട് ഇവിടെ നല്ല ക്ലൈമറ്റാണ്. ബട്ട് വെയിലായിരുന്നെങ്കിൽ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഗാർഡൻസൊക്കെ ഇതൊക്കെയാണ്. ഇനിയും ഉണ്ട്, കാണിച്ചു തരാം. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ല, എന്ത് വൈബല്ല അത് കാണാൻ തന്നെ. കണ്ണിന് തന്നെ ഒരു സുഖമുണ്ട്. ഇതാ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുന്നുണ്ടല്ലേ 2 ഡോറ ബുജീസ്. അവർ ഞങ്ങളുടെ കൂടെ വന്നതേ അല്ല. ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ചാടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ്. നോ എൻട്രിയാ നോ എൻട്രി. അങ്ങോട്ട് താഴെ ഡപ്പാടായാമല്ല വായിക്കാനും അറിഞ്ഞൂടെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. മഴക്കാലം നിനക്കായി. ഓ ഗൈസ്, രക്ഷയില്ല ഗൈസ്. സ്ഥലങ്ങൾ കാണണേ. ഇവിടെയാണ് അന്യന്റെ ഷൂട്ടിംഗ് നടന്നത്. അണ്ടങ്കാക്ക കൊണ്ടക്കാറി, ആ പാട്ടൊക്കെ ഇവിടെയാണ് നടന്നത്. സൂപ്പർ അല്ലേ ഗൈസ്. ഇപ്പം തിരിഞ്ഞു നിൽക്കുന്ന 2 പേരും സീരിയൽ കില്ലേഴ്സാണ്. അവിടെ പ്രധാന ആയുധം എന്ന് വെച്ചാൽ അവരുടെ മുഖം നമ്മൾ കണ്ടാൽ മരിക്കും. അതുകൊണ്ട് അവരെ തിരിഞ്ഞു നിർത്തിയില്ല ഞാൻ. ഗൈസ്, അപ്പോൾ കുറച്ച് പേരൊക്കെ ആ സൈഡിൽ പോയി. അപ്പം നമ്മളും ഒരു 4-5 പേരായിട്ട് ഇവിടെ വന്ന് അവർ ഈ വ്യൂ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ആ വ്യൂ ഒക്കെ. സൂപ്പർ ക്ലൈമാക്സ് ആണ്, കണ്ട ഗൈസ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതൊരു മിനി വണ്ടർലയാണ്. ഒരുപാട് അഡ്വഞ്ചർ റൈഡ്സൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ പൂന്തോട്ടങ്ങൾക്കിടയിൽ ഒരു ഐസ്ക്രീം കട കണ്ടു. പിന്നെ അവിടെ കയറി ഐസ്ക്രീം വാങ്ങാൻ നിൽക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഗൈസ്, ഉള്ളത് പറയാലോ, എനിക്ക് വീഡിയോ എന്താ പറയുക, ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ പ്ലേസൊക്കെ അടിപൊളിയാണ്, അടിപൊളി. എല്ലാ സമയവും എനിക്ക് ക്യാമറ ഓണാക്കി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കാൻ തോന്നും. കാരണം ബ്യൂട്ടിഫുൾ ആണ്. അത് ഈ ക്ലൈമറ്റും ഒരു ചില്ലും ആ വെതർ എല്ലാം ആയിട്ട് ചേർന്നതാ. ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അതും കുടിച്ചതാ. പീസ് ഇങ്ങ നാദ രാജ. ഗൈസ്, നമ്മളിപ്പോൾ ഡാമിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡാമിൻ്റെ വഴി ഇങ്ങനെയാണ്. ഇനി കുറച്ചിങ്ങനെ നടന്ന് കയറുമ്പോൾ ഒരു റോഡ് സൈഡ് എത്തും, അവിടെ ഡാം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, കാരാപ്പുഴ ഡാം. ഇപ്പം ആൾ കുറച്ചേ ഉള്ളൂ. നല്ല മഴ പെയ്തപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോയി. പക്ഷെ ഞാനും എൻ്റെ 4-5 ഫ്രണ്ട്സും അവിടെ തന്നെ സ്റ്റേ ചെയ്തു. കാരണം നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു അവിടെ മഴയത്തും. കണ്ടില്ലേ, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് തിരിച്ചു പോകാൻ തോന്നുന്നത്. കുറച്ച് മഴ കൊണ്ടതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഒതുങ്ങിക്കാന്ന് വിചാരിച്ചു. ഒതുങ്ങി ഇന്നപ്പോഴും നല്ല തണുപ്പുണ്ട്. ഒതുങ്ങി ഇന്നപ്പോഴും ഇവിടുത്തെ ആ ഒരു സീനൊക്കെ പൊന്നളിയാ. അതവിടെ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, കാരാപ്പുഴ ഗാർഡൻ. പിന്നെ നിങ്ങൾ കുറച്ച് കുട കാണുന്നില്ലേ, അത് കുറച്ച് ചേച്ചിമാരിന്ന് ജോലി ചെയ്യുന്നതാണ് ഈ മഴയത്തും. അവിടെ ആ ഡെഡിക്കേഷൻ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പിന്നെ ഇവിടുത്തെ വ്യൂ അത് വേറെ ലെവൽ. അപ്പോൾ നമ്മളവിടെ ഒതുങ്ങി നിന്ന സമയം VR ഉണ്ടായിരുന്നു അവിടെ, വിർച്വൽ റിയാലിറ്റി. അപ്പോൾ ഒരു ഫാമിലി അല്ല, ഒരു 2 പേര് അവിടെ അതിലിരിപ്പുണ്ട്. നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. വീഡിയോ എടുക്കുന്ന എന്നെയും എൻ്റെ അടുത്തിരിക്കുന്ന പാർത്ഥിവനെയും കാണാൻ പറ്റും. മിക്കവാറും അവർ ബഹിരാകാശത്തേക്ക് പോയി കാണും. പിന്നെ മഴയൊക്കെ അല്ലേ, ഐസ്ക്രീം കുടിച്ചായി. പിന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ചായ കുടിച്ച്. ചായക്ക് എന്താണെന്നറിഞ്ഞൂടാ, ഒരു പായസത്തിൻ്റെ ഒരു ചവ. പിന്നെ അഭിനയിക്കാൻ പറഞ്ഞ ജീവിച്ച് കാണിക്കുന്ന പാർട്ടി ഉള്ളിടത്തോളം എന്നെ യാരാലെയും അഴിക്ക മുടിയാതെടാ. അങ്ങനെ ഡാമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളെല്ലാവരും പർച്ചേസിന് പോയി. ഏകദേശം എല്ലാവരും പർച്ചേസ് കഴിഞ്ഞ്. ഇതിപ്പോൾ ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഡാമിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ എന്തോ ഒരു ഓർമ്മ, ഏതോ ഒരു തിയേറ്റർ ഇതുപോലെ ഉണ്ട്.
ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ റെയിൻകോട്ട് ഇടാത്തതുകൊണ്ട് മഴ കൊണ്ട്, അതുകൊണ്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഷർട്ട് ഊരിയിട്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഡാമെന്ന് എല്ലാം കണ്ടു, പർച്ചേസൊക്കെ കഴിഞ്ഞ് വണ്ടി വന്ന് വീണ്ടും എല്ലാവരും വൈബ് ചെയ്യാൻ തുടങ്ങി. വൈബേഷ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഇതുവരെ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ട്. അതുകൊണ്ടാ ബസ്സിലാരും ഇല്ല, എല്ലാവരും പോയിട്ടുണ്ട്, ഞാൻ ലാസ്റ്റ്. അപ്പോൾ അവിടെ പോകാം, വാ ഗൈസ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. ഫുഡ് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അവിടെ പോയിട്ട് ചോദിക്കാം. പിന്നെ ഈ ഹോട്ടലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു, എൻ്റെ പൊന്നളിയ. ഗൈസ്, രാമേട്ടൻ കുറച്ച് തിരക്കിലാണ്, എന്നാൽ പിന്നെ നമ്മളും കുറച്ച് തിരക്കിലാണ്. സ്കൂളിൽ കോളേജിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്ന പോലെ ഓഫീസിലെ ബാക്ക് ബെഞ്ചേഴ്സായിട്ടാണ് നമുക്കന്ന് തോന്നിയത്. എല്ലാവരും വെറുതെ ഇരിക്കുന്നു, നമ്മൾ മാത്രം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. വെയിറ്ററും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു, യുവമാർ ഇനി ഓഫീസിലുള്ളത് തന്നെ ഇടയെന്ന്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ച് നമ്മൾ മാത്രമല്ലേ സൗണ്ട് ഉണ്ടാക്കുന്നുള്ളൂ, എല്ലാവരും മിണ്ടായിരിക്കുന്നത് എന്ത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണിയും നൂഡിൽസുമാണ്. പിന്നെ ആ ചുവപ്പ് സോസ് പെട്ടിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അപ്പോൾ മഴയായതുകൊണ്ട് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് കുടയെടുക്കാൻ അമലിനെ പറഞ്ഞു വിട്ട്. അവൻ നനഞ്ഞാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. നമുക്ക് നോക്കാം അമൽ, നനയാതെ നീ എങ്ങനെയെങ്കിലും കൊണ്ടുപോവാ അമൽ. അങ്ങനെ അവിടുത്തെ ഫൺ എലമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പിന്നെ നൈറ്റായി, ഫുഡ് കഴിക്കണമല്ലോ, വിശക്കൊന്നുണ്ട്. അപ്പോൾ കണ്ണൂർ ഇറങ്ങി. അവിടുത്തെ ഏതോ ഒരു ജംഗ്ഷനാണ്, അതാ ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം, വാ ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. സ്ഥലം ഏതറി. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് പേര് ഡിന്നർ കഴിക്കാൻ പോയി, കുറച്ച് പേര് ജ്യൂസ് കുടിക്കാൻ പോയി, കുറച്ച് പേര് ഐസ്ക്രീം. ഓരോ ആൾക്കാർ ഓരോ ടൈപ്പ്. നമ്മളിപ്പോൾ ഏതാണ് പോകണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കഴിക്കാൻ പോയി? ഇത് ഐസ്ക്രീം, അൽഫാം. ഐസ്ക്രീം ഉണ്ട്, നമുക്ക് അൽഫാം പിടിക്കാം. നമുക്ക് അൽഫാം ലൈറ്റായിട്ട്, അവന് ലൈറ്റായിട്ട് എന്തെങ്കിലും അൽഫാം, അങ്ങനെ എന്തെങ്കിലും അൽഫാം ലൈറ്റായിട്ട് അത്രേ ഉള്ളൂ. ഇതാണ് പുതിയ പ്ലാൻ. നേരം വൈകിയത് കൊണ്ടാണെന്ന് തോന്നുന്നു, റെസ്റ്റോറൻറ്റിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൈറ്റായിട്ട് നമുക്ക് അൽഫാം മന്തി തുടങ്ങാം. ഗൈസ്, ഒടുവിൽ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അൽഫാം കഴിച്ച് കുറേ കടയിൽ പോയി. ഇവിടെ കൊൽക്കത്ത റോളാ, അങ്ങനെ പിന്നെ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് അത് ഞാൻ ഒന്നും ചെയ്തില്ല. നേരെ ഇവിടെ ഒരു മന്തി ഹൗസിൽ വന്ന് മന്തി കഴിച്ച് ഇറങ്ങി പോവാണ് ബസ്സിലേക്ക്. അങ്ങനെ ഗൈസ്, ഇപ്പോൾ സമയം ഏതാണ്ട് 3:30 കാണും. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പക്ഷെ നമ്മൾ വിടുവോ? ഞാനും പയ്യന്മാരുമായിട്ട് അങ്ങ് മെറസലിട്ട് ഒരു തിയേറ്റർ വൈബിലായിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ച്. അങ്ങനെ ഗൈസ്, വീട്ടിലെത്തി. ചാർജ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഐ എം റിയലി സോറി. ഇനിയും നല്ല വീഡിയോസുമായിട്ട് നിങ്ങളോട് അടുത്ത് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്.